എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു DVD എങ്ങനെയാണ് ISO ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് DVD ISO ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം DVD ഉണ്ടെങ്കിൽ നമ്മളത് ISO ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ഒരു പക്ഷേ നമ്മളെ ആ DVD നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സ്ക്രാച്ചസ് വീണ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആകാൻ സാധ്യതയില്ല. ഏതെങ്കിലും രീതിയിൽ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആകത്തില്ല. എന്തെങ്കിലും സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ അത് എറർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ DVD ആണ്, കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് നമ്മുടെ നഷ്ടപ്പെട്ടു പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു ISO ഇമേജ് ആയിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ കയ്യിൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാം ഈ ഫയല്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലോ മറ്റോ ഇത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് നമുക്ക് ആവശ്യം വരികയാണ് ഇത് നമുക്കൊരു DVDയിലേക്ക് ബേൺ ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ബൂട്ടബിൾ പെൻഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ISO ഇമേജ് ഉപയോഗിച്ച് നമുക്ക് ബൂട്ടബിൾ പെൻഡ്രൈവിലേക്ക് ഇത് മാറ്റി വീണ്ടും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതൊരു DVD നമ്മുടെ കയ്യിൽ വെക്കുക എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാകത്തില്ല. നമുക്കൊരു സേഫ് ആയിട്ട് ISO ഇമേജ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. 3 MB മാത്രം ഫയലുള്ള ഒരു ചെറിയ ആപ്ലിക്കേഷൻ. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ISO ഇമേജിൽ നിന്നും DVDയിലേക്ക് ബേൺ ചെയ്യാൻ സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് DVD ISO ഇമേജ് ആയിട്ട് മാറ്റാൻ സാധിക്കും. സാധാരണ നമ്മൾ നിറോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് DVDയോ മറ്റോ കോപ്പി ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് അതിലെ എല്ലാ ഫയലുകളും ഒരുപക്ഷെ കോപ്പി ആകണമെന്നില്ല. നമ്മൾ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മറ്റും കോപ്പി ചെയ്യുകയാണെങ്കിൽ അതിൽ പല ഹിഡൻ ഫയലുകളൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും കോപ്പി ആയില്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആകത്തില്ല. എന്നാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് DVD ISO ഇമേജ് ആയിട്ട് മാറ്റാൻ സാധിക്കും. ഇനി തന്നെയാണ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ www.imageburn.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു റിസൾട്ട് ആയിരിക്കും ലഭിക്കുന്നത്. ഇതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ താഴെയായിട്ട് നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കുറെ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്യാനുള്ള കുറെ ഓപ്ഷനുകളുണ്ട്. ഞാൻ ഇവിടെ ഒന്നും പവേർഡ് ബൈ ഇമേജ് ബേൺ എന്നുള്ള ഈ ഓപ്ഷനിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണിത്. 3.3 MB മാത്രം സൈസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇവിടെ നിന്ന് ഞാനിത് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഓപ്പൺ ആക്കുകയാണ്. അതിനുശേഷം നോർമലായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ അതിനുശേഷം ഇവിടെ നിന്ന് നെക്സ്റ്റ് കൊടുക്കുക. അതിൻ്റെ ലൈസൻസ് എഗ്രിമെൻ്റ് അക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുകയാണ്. ഞാൻ ഇനി ഇവിടെ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പണായി. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ നിറോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മറ്റും യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത്. ഇവിടെ നിങ്ങൾക്ക് ISO ഇമേജ് ഡിസ്കിലേക്ക് ബേൺ ചെയ്യാൻ സാധിക്കും. അതേപോലെ സീഡിയിൽ നിങ്ങൾക്ക് ISO ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിത് ഇന്ന് ചെയ്യാൻ പോകുന്നത് DVDയിൽ നിന്നും ഒരു ISO ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ നിങ്ങളുടെ ഫയൽ ഫോൾഡർ ഉണ്ടെങ്കിൽ അത് DVDയിലേക്ക് ബേൺ ചെയ്യാം. അതേപോലെ നമുക്ക് ഫോൾഡർ ISO ഫയലായിട്ട് മാറ്റാൻ സാധിക്കും. കുറെ ഓപ്ഷനുകളുണ്ട്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു DVD ISO ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ CD ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. 3.80 GB ഉള്ള ഒരു ഫയലാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് DVD ISOയിലായിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, കൺവേർട്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ ക്രിയേറ്റ് ഇമേജ് ഫയൽ ഫ്രം ഡിസ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ DVD ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഇത് എങ്ങോട്ടാണ് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത്, ഈ ISO ഇമേജ് എങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് പേര് മാറ്റി കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് കൊടുക്കാൻ സാധിക്കും. ഞാനിത് ഡിഫോൾട്ട് ആയിട്ടുള്ളത് തന്നെ വെക്കുകയാണ്. ഒന്നും മാറ്റം വരുത്തുന്നില്ല. സേവ് കൊടുക്കുകയാണ്. ഇനി ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, കൂടുതൽ ഇവിടെ സെറ്റിംഗ്സ് ഒന്നും നിങ്ങൾക്ക് മാറ്റേണ്ട കാര്യമില്ല. ഇവിടെ ഒന്നും ഈ കാണുന്ന ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, ഇവിടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഒന്നും ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല.
ഇത് തന്നെത്താൻ ഒരു ISO ഇമേജ് ക്രിയേറ്റ് ആകുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ISO ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ വീണ്ടും നിങ്ങൾക്ക് DVDയിലേക്ക് മാറ്റണമെങ്കിൽ DVDയിലേക്ക് മാറ്റാൻ സാധിക്കും. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കുന്നത്, അതേപോലെ DVD എങ്ങനെയാണ് ബേൺ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെയും ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ആ വീഡിയോകളും കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് കംപ്ലീറ്റ് ആകുന്ന വരെ. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് എവിടെയാണ് സേവ് ആയിരിക്കുന്നത്. ഇവിടെ നോക്കുക, ISO ഫയല് ഡെസ്ക്ടോപ്പിലാണ് സേവ് ആയിരിക്കുന്നത്. ഞാനിവിടെ ഇത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കണമെങ്കിൽ ഓപ്പൺ ആക്കി നോക്കാം. കുറേ ഫയലുകളൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് നോക്കാം, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, 3.80 GB ഉള്ള ഒരു ഫയൽ ക്രിയേറ്റ് ആയിരിക്കുന്നത്, ISO ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇവിടെ നോക്കുക, 3.80 GB ഉള്ള ഫയലായിരുന്നു നമ്മൾ DVD ഇൻസേർട്ട് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ 3.80 ഉള്ള ഒരു ISO ഇമേജാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇതിലും നല്ല ഒരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.